ശശി തരൂരിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നുള്ളതാണ് കുറച്ചു കാലമായുള്ള ചർച്ച. മോദിക്ക് സ്തുതി പാടുന്ന തരൂരിന്റെ ഉദ്ദേശം ഏതാണ്ട് പിടികിട്ടിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ മോദി സ്തുതിയിൽ വിശദീകരണവുമായി ശശി തരൂർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തന്റെ ലേഖനത്തെ BJP-യിലേക്കുള്ള ചാട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. ദേശീയതയ്ക്കും രാജ്യത്തിനും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ സന്ദേശം ലോകവ്യാപകമായി എത്തിച്ചതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഊർജത്തെ പ്രകീർത്തിച്ചതെന്നും തരൂരിന്റെ പ്രതികരണമുണ്ട്. ശശി തരൂർ അധികം താമസിയാതെ തന്നെ BJP-യിൽ ചേരുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് തരൂരിന്റെ ഈ മോദി പ്രേമം. തരൂരിന്റെ BJP അനുകൂല നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ വലിയ മുറിമുറുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. തരൂരിനെ വെച്ചു പൊറുപ്പിക്കരുത് എന്നാണ് അണികളിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഉന്നത നേതാക്കൾ ഇപ്പോഴും മൗനത്തിൽ തുടരുന്നത് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കുന്നുമുണ്ട്. തരൂരിനെ കേന്ദ്രം ഏറ്റെടുക്കുമെന്നും ഉന്നത പദവികൾ നൽകുമെന്നും നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തരൂർ എത്ര ന്യായീകരിച്ചാലും BJP-യിലേക്കുള്ള ചാട്ടമെന്ന ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. റഷ്യയിലെ മോസ്കോയിൽ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണത്തിലാണ് മോദി സ്തുതിയെ ന്യായീകരിച്ച് തരൂർ രംഗത്തെത്തിയത്. തന്റെ ലേഖനത്തെ BJP-യിലേക്കുള്ള ചാട്ടമായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് തരൂരിന്റെ വിശദീകരണം. ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും തരൂർ പറയുന്നു. ഇന്ത്യയുടെ സന്ദേശം ലോകവ്യാപകമായി എത്തിച്ചതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഊർജത്തെ പ്രകീർത്തിച്ചത്. മറ്റേതൊരു പ്രധാനമന്ത്രിയെക്കാളും അദ്ദേഹം യാത്ര ചെയ്യുന്നു. ആ കാര്യമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി സംഘത്തിന്റെ യാത്ര വിജയത്തെക്കുറിച്ചാണ് ലേഖനത്തിലൂടെ പറഞ്ഞത്. എല്ലാ പാർട്ടികളും രാഷ്ട്രീയാഭിപ്രായം മാറ്റിവെച്ച് ഐക്യത്തോടെ ഇന്ത്യയുടെ ശബ്ദമുയർത്തിയെന്നാണ് വിവരിച്ചത്. രാഷ്ട്രീയ വ്യത്യാസം അതിർത്തികളിൽ അവസാനിക്കണമെന്നും തരൂർ പറയുന്നുണ്ട്. രാജ്യത്ത് ഒരൊറ്റ വിദേശ നയമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ വിദേശ നയമാണ്. BJP-യുടെ വിദേശ നയമെന്നോ കോൺഗ്രസിന്റെ വിദേശ നയമെന്നോ ഒന്നില്ല. ആ നയത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും തരൂർ പ്രതികരിച്ചു. തരൂർ തന്നെപ്പറ്റി സ്വയം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും തരൂരിന്റെ പ്രശംസയിൽ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ദേശീയ നേതൃത്വത്തിനുള്ളിലും ഭൂരിഭാഗം പേരും തരൂരിനെ കയറൂരി വിടുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ. എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മോദിക്ക് ഫാൻ ക്ലബ് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലല്ലേ തരൂരെന്നാണ് കോൺഗ്രസിനുള്ളിലെ സംശയം പോലും.